إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قال الله تعالى للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന നൽകിക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ സച്ചരിതരായ മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ, പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ അതൊക്കെയും അവൻ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ നാം വീണ്ടും ഒരു ഹിജ്റ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹിജ്റ വർഷം 1447 നാം പ്രവേശിച്ചിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ദീനുൽ ഇസ്ലാം ലോകത്തിന്റെ നാനാ മേഖലകളിലേക്കും നാനാ ദിക്കുകളിലേക്കും മുക്കുമൂലകളിലേക്കും വ്യാപിക്കുകയുണ്ടായി, പ്രചരിക്കുകയുണ്ടായി. ഇസ്ലാമിക സാമ്രാജ്യം വളരെ പ്രവിശാലമായിക്കൊണ്ടിരുന്നു, അത് വിസ്തൃതപ്പെട്ടുകൊണ്ടേയിരുന്നു. പല പുതിയ പ്രദേശങ്ങളും ഇസ്ലാമിക ലോകത്തേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇസ്ലാമിന്റെ വളർച്ച അതിന്റെ പാരമ്യത്തിലെത്തിയ ഘട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഭരണനിർവഹണ മേഖലകളിലുള്ള പല കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനായി വളരെ വ്യവസ്ഥാപിതമായ ഒരു അഡ്മിനിസ്ട്രേഷൻ ആ കാലത്ത് തന്നെ നിലവിൽ വരികയും ചെയ്തു. എന്നാൽ അതിൽ വലിയൊരു പോരായ്മയായിട്ട് ഉണ്ടായിരുന്നത് കൃത്യമായ ഒരു കലണ്ടർ സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അങ്ങനെ ഇരിക്കെ ഇറാഖിലെ ഗവർണറായിരുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളൊരു കത്ത് ലഭിക്കുകയാണ്. പക്ഷെ ആ കത്തിൽ തീയതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇത് ഏത് ദിവസം അയച്ചതാണെന്നോ
ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യം അതിന്റെ അത്യാവശ്യകതയും അതിന്റെ അർജൻസിയും എത്രയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന് പ്രയാസമായി. ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇതിനൊരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തെഴുതി. അങ്ങനെയാണ് ഇസ്ലാമിക ലോകത്ത് ഒരു കലണ്ടർ വേണമെന്ന ആവശ്യം അദ്ദേഹം അംഗീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് സഹാബാക്കളോട് കൂടിയാലോചിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു കൂടിയാലോചന നടത്തിയ സാഹചര്യത്തിൽ ഈ ഒരു കലണ്ടറിന് എന്താണ് അതിനൊരു തുടക്കമായിട്ട് നിശ്ചയിക്കേണ്ടത്, അതിനാധാരമായി അതിനടിസ്ഥാനമായി നിശ്ചയിക്കേണ്ട സംഭവം എന്താണ് എന്ന കാര്യത്തിൽ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ രൂപപ്പെടുകയും ഉയർന്നു വരികയും ചെയ്തു. ചില സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അടിസ്ഥാനപ്പെടുത്താം എന്ന് ആഗ്രഹിച്ചു, അടിസ്ഥാനപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടു. ചില ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണമാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടു. മറ്റു ചില ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ തുടക്കം ആ ദിവസം മുതൽക്ക് എണ്ണിത്തുടങ്ങണം എന്ന ആവശ്യം ഉന്നയിച്ചു. എന്നാൽ അലി റളിയല്ലാഹു അൻഹു മറ്റൊരു ആവശ്യം ഉന്നയിച്ചു. അദ്ദേഹം മറ്റൊരു അഭിപ്രായം പ്രകടിപ്പിച്ചു. അത് ഹിജ്റയെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ കലണ്ടർ തുടക്കം കുറിക്കേണ്ടത് എന്ന ഒരു ആവശ്യമായിരുന്നു, ആഗ്രഹമായിരുന്നു, അഭിപ്രായമായിരുന്നു അലി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ സഹാബാക്കളും ആവേശപൂർവ്വം അത് അംഗീകരിക്കുകയും അതിന് സമ്മതിക്കുകയും ചെയ്തു. കാരണം സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ എന്നുള്ളത് അത് വെറും ഒരു പലായനമായിരുന്നില്ല, യാത്രയായിരുന്നില്ല, ഒരു പറിച്ചു നടലുമായിരുന്നില്ല. മറിച്ച് ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഗതിമാറ്റി എഴുതിയ വലിയൊരു വഴിത്തിരിവാണ് ഹിജ്റ എന്നുള്ളത്. ഇസ്ലാമിന്റെ ദീനിന്റെ പിന്നീട് വരാനിരിക്കുന്ന പല നാഗരികതകളുടെയും പിറവിയാണ് യഥാർത്ഥത്തിൽ ഹിജ്റയിലൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഉൾക്കൊണ്ടതുകൊണ്ടാണ്, അത് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അതിന്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ് സഹാബാക്കൾ ഒന്നടങ്കം കലണ്ടറിനെ അടിസ്ഥാനമായിട്ട് ഹിജ്റയെ നിശ്ചയിക്കണം എന്ന അഭിപ്രായത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ മുഹറം മാസം വന്നെത്തുമ്പോഴും നാം ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത് ഹിജ്റയെ സംബന്ധിച്ച് തന്നെയാണ്. ഹിജ്റയെ സംബന്ധിച്ചുള്ള ആലോചനകൾ അത് യഥാർത്ഥത്തിൽ ആരംഭിക്കേണ്ടത് ആ ഹിജ്റയിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ച അന്വേഷണങ്ങളിൽ നിന്നുകൊണ്ടാണ്. എന്തൊക്കെ കാരണങ്ങളായിരുന്നു ഹിജ്റയിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്? ആ കാരണങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുമ്പോൾ, അന്വേഷിക്കാൻ ആരംഭിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബാക്കളുടെയും മക്കയിലുള്ള 13 വർഷക്കാലത്തെ ജീവിതമാണ് നമ്മുടെ മുന്നിലേക്ക് വരിക. അതികഠിനമായ, വേദനാജനകമായ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന, യാതനകൾ അനുഭവിക്കേണ്ടി വന്ന അതിതീക്ഷ്ണമായ 13 വർഷക്കാലത്തെ അവരുടെ മക്ക ജീവിതത്തിന് ശേഷമാണ് യസ്രിബ് എന്ന, പിന്നീട് മദീന എന്നറിയപ്പെട്ട മദീനത്തുൻ നബിയിലേക്കുള്ള പലായനം, ഹിജ്റ സംഭവിക്കുന്നത്. ഈ 13 വർഷക്കാലം അവർ അനുഭവിക്കാത്ത പ്രയാസങ്ങളോ അവർ നേരിടാത്ത പരീക്ഷണങ്ങളോ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അവർക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തപ്പെടുന്നുണ്ട്, അവർക്കെതിരെ സാമൂഹിക ഉപരോധം ഏർപ്പെടുത്തപ്പെടുന്നുണ്ട്, അവർ പട്ടിണിയിലകപ്പെടുന്നുണ്ട്, അവരുടെ ഉറ്റവരെ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. കുത്തുവാക്കുകൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും വിമർശനങ്ങൾ കൊണ്ടും മാനസികമായി അവരെ പീഡിപ്പിക്കുന്നുണ്ട്. അതിലുപരി പല സഹാബാക്കളെയും അതികഠിനമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയരാക്കപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷണങ്ങളും ഈ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് 13 വർഷക്കാലം ഈ സഹാബാക്കളും പ്രവാചകരും അവിടെ എന്തെടുക്കുകയായിരുന്നു എന്ന ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കണം. അവിടെ അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവരവിടെ വലിയൊരു ഉത്തരവാദിത്വം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൗഹീദ് അനുസരിച്ചുള്ള, ദീനനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നതോടൊപ്പം തന്നെ അവരവിടെ ചെയ്തിരുന്ന ഏറ്റവും വലിയ പ്രവർത്തനം അത് പ്രബോധനമായിരുന്നു, അത് ദഅവത്തായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എത്രയധികം പ്രതികൂല സാഹചര്യമായിരുന്നിട്ട് കൂടി അവരൊരിക്കലും ആ പ്രബോധനത്തെ അടിയറവ് വെച്ചിരുന്നില്ല, ആ ദഅവത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയിരുന്നില്ല എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ 13 വർഷക്കാലത്തെ ജീവിതത്തിൽ നിന്നുള്ള ആ പാഠം ഉൾക്കൊണ്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഹിജ്റയുടെ ചർച്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് ആ ഹിജ്റയുടെ ചർച്ച നമ്മൾക്ക് പൂർണ്ണമാക്കാൻ കഴിയുകയുള്ളൂ. അത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്നുള്ളത്, നമ്മുടെ സാഹചര്യങ്ങൾ എത്ര തന്നെ പ്രതികൂലമാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുവട്ടം അത് നമുക്കൊരർത്ഥത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആദർശവും വിശ്വാസവും ഉൾക്കൊള്ളുന്ന ആളുകളാൽ നിബിഡമാണെങ്കിലും ഒരിക്കലും അത് നമ്മുടെ ആദർശം അടിയറവ് വെക്കുന്നതിനോ അവിടെ നിന്ന് ഒളിച്ചോടുന്നതിനോ ഉള്ള ഒരു കാരണമായിട്ട് മാറരുത് എന്നതാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം. മറിച്ച് അവിടെ അടിയുറച്ചു നിന്നുകൊണ്ട്
യഥാർത്ഥ ദീനിനെ, അതിന്റെ ദീനിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും നമുക്ക് സാധിക്കണം. നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ മക്ക കാലഘട്ടത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മക്കക്കാരേക്കാൾ അപകടം പിടിച്ച ഒരു സമൂഹമുണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ അർത്ഥത്തിലും അവർക്ക് ഭീഷണിയായിരുന്ന ആ സമൂഹത്തിൽ നിലനിൽക്കെ ആ സമൂഹത്തിന്റെ ഒത്ത നടുവിൽ നിന്നുകൊണ്ടാണ് അവർ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നത്, വിശുദ്ധ ഖുർആനിലേക്ക് അവർ ക്ഷണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എത്ര തന്നെ പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ വിശ്വാസത്തെ എത്ര തന്നെ അവർ വെറുത്താലും, നമ്മുടെ ദീനിനെ എത്ര തന്നെ അവർ എതിർത്താലും ഒരിക്കലും അത് നമ്മൾ അടിയറവ് വെക്കുന്നതിന് പകരം അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ദീനിലേക്ക് ക്ഷണിക്കാൻ, ആ ദീനിലേക്ക് അവരെ ദഅവത്ത് ചെയ്യാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനം വരെയും ഒരർത്ഥത്തിലും ഇനി ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന ഒരു ഘട്ടം വരുന്നത് വരെയും ആ അർത്ഥത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. അവിശ്വാസികളുടെ നാട്ടിൽ, ഫാസിഖീങ്ങളുടെ ലോകത്ത്, കുഫാറുകളുടെ ലോകത്ത് യഥാർത്ഥ വിശ്വാസിയായി കഴിയാൻ, ധർമ്മനിഷ്ഠയുള്ളവനായി കഴിയാൻ നമുക്ക് സാധിക്കണം. നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു ചില യുവാക്കളെ സംബന്ധിച്ച് നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ആ യുവാക്കളുടെ പ്രത്യേകത എന്നുള്ളത്, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചപ്പോഴ്, അവർ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചപ്പോഴ് അവിടെ ഉണ്ടായിരുന്ന, അവരുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും, അത് എല്ലാ ശക്തി കേന്ദ്രങ്ങളും, രാജാവ് മുതൽക്ക് ഉന്നതര് മുതൽക്ക് എല്ലാ ശക്തി കേന്ദ്രങ്ങളും അവർക്കെതിരായിരുന്നു, അവർക്ക് പ്രതികൂലമായിരുന്നു. പക്ഷെ എന്ന് കരുതി ആ വിശ്വാസം വിശ്വസിച്ച ഉടനെ, അത് അംഗീകരിച്ച ഉടനെ ഗുഹയിലേക്ക് ഓടിപ്പോവുകയായിരുന്നില്ല അവർ ചെയ്തത്. മറിച്ച് അവരവിടെ ചെയ്ത് ഇസ്ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. അല്ലാഹു വളരെ കൃത്യമായിട്ട് പറയാണ്, അവർ ആ സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ആത്മാഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങൾ റബ്ബ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ്. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, ആ റബ്ബിനെ കൂടാതെ ഒരു ഇലാഹിനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല. വളരെ കൃത്യമായി ആ സമൂഹത്തിൽ അവർ പ്രബോധനം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹഉലാഇ ഖൗമുൻ ഇത്തഖദു മിൻ ദൂനിഹി ആലിഹ ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ. ആളുകൾ, ആ യുവാക്കൾ ചോദിക്കാണ്, അള്ളാഹുവിനെ കൂടാതെ ഇലാഹിനെ സ്വീകരിക്കുന്ന ഈ ആളുകൾ എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു തെളിവ് കൊണ്ടുവരാത്തത്? അവർ കയ്യൂക്ക് കൊണ്ട് എന്താണ് നമ്മോട് പ്രതികരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ കൃത്യമായ ഒരു തെളിവ് കൊണ്ടുവരുന്നില്ല? അഥവാ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായ സംവാദവും വളരെ കൃത്യമായ പ്രബോധനവും എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തോട് അവർക്ക് ചെയ്യേണ്ട ആ ഉത്തരവാദിത്തം അവർ പൂർത്തീകരിച്ചിരുന്നു. ഇനി ഒരടി അവിടെ ഒരു ദിവസം പോലും അവിടെ ജീവിതം സാധ്യമല്ല എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് തങ്ങളുടെ ഉത്തരവാദിത്തം പൂർത്തീകരിച്ചതിന് ശേഷം ഇലൽ കഹ്ഫ്, ആ ആളുകൾ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എത്ര തന്നെ അവിശ്വാസികളുടെ നാട്ടിലാണ്, ഏത് അവിശ്വാസികളുടെ നാട്ടിൽ, ഏത് ഫാസിഖീങ്ങളുടെ നാട്ടിലാണെങ്കിലും അവരോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില സാമൂഹിക ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് പൂർത്തീകരിക്കാൻ, അത് അംഗീകരിക്കാൻ, അത് നേരിടാൻ നമ്മൾ തയ്യാറാകണം, അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഏറ്റവും പ്രഥമമായ കടമ. പ്രവാചകന്മാർ നിന്ദിക്കപ്പെടുമ്പോൾ, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ അവഹേളിക്കപ്പെടുമ്പോൾ, അവർ അനാദരിക്കപ്പെടുമ്പോൾ ആ പ്രവാചകന്മാരുടെ അനുയായികളായി, ആ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പിന്മുറക്കാരായി കഴിയാൻ നമുക്ക് സാധിക്കണം. നമുക്ക് വളരെ പരിചയമുള്ള മറ്റൊരു സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സമൂഹത്തെ സംബന്ധിച്ച്, ഒരു പ്രദേശത്തെ സംബന്ധിച്ച്, അതിലെ ആളുകളെ സംബന്ധിച്ച് നമുക്ക് വിവരിച്ചു നൽകാൻ പറയുന്നുണ്ട്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, ഒരു ഗ്രാമവാസികളെ സംബന്ധിച്ച് പ്രവാചകരെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്താണ് അവരുടെ പ്രത്യേകത? ഇസ് ജാഅൽ മുർസലൂൻ ഇസ് അർസൽനാ ഇലൈഹിം ഉസ്നൈനി ഫകസ്സബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസ്. സാധാരണഗതിയിൽ ഒരു സമൂഹത്തിലേക്ക് അല്ലാഹു ഒരു പ്രവാചകനെയാണ്, ഒരു ദൂതനെയാണ് നിയോഗിക്കാറുള്ളത്. വളരെ അപൂർവ ഘട്ടങ്ങളിൽ ചിലപ്പോൾ 2 പ്രവാചകനെ ഒരേ സമയത്ത് നിയോഗിക്കും. എന്നാൽ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത, അള്ളാഹു അവരിലേക്ക് 2 പ്രവാചകന്മാരെ നിയോഗിച്ചു. ഫകസ്സബൂഹുമാ, അപ്പൊ ആ 2 പ്രവാചകന്മാരെയും ആ അഹങ്കാരികളായ സമൂഹം നിഷേധിച്ചു തള്ളി. ഫഅസ്സസ്നാ ബിസാലിസിൻ, അപ്പൊ അള്ളാഹു മൂന്നാമതൊരു പ്രവാചകനെ നൽകിക്കൊണ്ട് ആ പ്രവാചകന്മാരെ ശക്തിപ്പെടുത്താൻ മൂന്നാമതൊരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിക്കുകയാണ്. അങ്ങനെ ഈ 3 പ്രവാചകന്മാരും അവരെ ഒന്നിച്ച് പ്രബോധനം ചെയ്യാണ്. ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ. പക്ഷെ അതുകൊണ്ടൊന്നും ആ സമൂഹം മാറിയില്ല. അത്രമാത്രം നിഷേധാത്മക മനസ്സുമായി, കഠിനമായ ഹൃദയവുമായി ജീവിക്കുന്ന അഹങ്കാരികളായ ഒരു സമൂഹമായിരുന്നു അത്. അതുകൊണ്ട് ഫകസ്സബൂഹു, അവർ മുഴുവൻ ആളുകളെയും കളവാക്കി കളഞ്ഞു. ഖാലു ഇന്നാ തതയ്യർനാ ബിക്കും ലഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിൻ അസാബിൻ അലീം. വളരെ ഭീകരമായ ചില ഭീഷണികൾ അവർ മുഴക്കി.
നിങ്ങളെ ഇവിടുന്ന് കശാപ്പ് ചെയ്ത് കളയും, അതികഠിനമായി നിങ്ങളുടെ മേൽ ശിക്ഷാമുറകൾ ഞങ്ങൾ പരീക്ഷിക്കും, അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഈ വാർത്ത കേട്ട മറ്റൊരു വ്യക്തി ആ ചിത്രത്തിലേക്ക് വരുന്നുണ്ട്. തൊട്ടുടനെയുള്ള ചില ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാലാമതൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ വ്യക്തി ഒരു പ്രവാചകനായിരുന്നില്ല. പ്രവാചകന്മാർ അവഹേളിക്കപ്പെടുന്നു, പ്രവാചകന്മാർ നിന്ദിക്കപ്പെടുന്നു, പ്രവാചകന്മാർ ആട്ടിയകറ്റപ്പെടുന്നു എന്ന വാർത്ത കേട്ടപ്പോ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ധൃതിപ്പെട്ടുകൊണ്ട് മറ്റൊരു വ്യക്തി, സാധാരണക്കാരനായ ഒരു വ്യക്തി അവിടേക്ക് കടന്നുവരാണ്. ആ വ്യക്തി അദ്ദേഹത്തിലേക്ക് ക്ഷണിക്കാനല്ല വന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത്തബിഉൽ മുർസലീൻ, ഈ പ്രവാചകന്മാരെ നിങ്ങളൊന്ന് പിൻപറ്റണം. ആ വ്യക്തിക്ക് അവിടെ വരാതിരിക്കാനുള്ള എന്തൊക്കെ കാരണങ്ങളുണ്ടായിരുന്നു? 3 പ്രവാചകന്മാരെ അയച്ചിട്ടും വിശ്വസിക്കാത്ത ആ സമൂഹത്തിലേക്ക് ഞാനിനി എന്തിനു പോകണം? 3 പ്രവാചകന്മാരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, അവരെ നിഷേധിച്ച് തള്ളിയ ആ ആളുകൾ ഇനി എന്നെയാണ് ഉൾക്കൊള്ളാൻ പോകുന്നത് എന്നൊക്കെ പല ന്യായവാദികളും അയാൾക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷെ ആ വ്യക്തി അതൊന്നും കൂട്ടാക്കാതെ, അതൊന്നും പരിഗണിക്കാതെ ആ സമൂഹത്തിലേക്ക്, അങ്ങേയറ്റത്തെ പ്രതികൂലമായ സാഹചര്യത്തിലേക്ക് അയാൾ കടന്നു കയറാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക്, ആ നാട്ടിലേക്ക് ആ വ്യക്തി ഹിജ്റ ചെയ്തവരാണ്. എന്നിട്ട് എന്തിനാണ് ഹിജ്റ ചെയ്തു വന്നത്? ആ പ്രവാചകന്മാരെ സഹായിക്കാൻ. മുഹാജിരിങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവരുടെ ഒരു സിഫത്തായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യൻസുറൂന അല്ലാഹ വ റസൂലഹു, അവർ പ്രവാചകന്മാരുടെ സഹായികളാണ് എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ വ്യക്തി പ്രവാചകന്മാരെ സഹായിക്കാൻ അങ്ങേയറ്റത്തെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ അതികഠിനമായി ആ വ്യക്തിയും അവിടെ ഷഹീദാക്കപ്പെടുന്ന, ക്രൂരമായി അദ്ദേഹം കൊലക്കത്തിക്ക് ഇരയാവാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് അങ്ങോട്ട് 27-ാമത്തെ ആയത്ത് വരേക്കും, സൂറത്തു യാസീനിലെ 27-ാമത്തെ ആയത്ത് വരേക്കും ആ വ്യക്തിയെ സംബന്ധിച്ചാണ്. പിന്നെ പ്രവാചകന്മാർ ചിത്രത്തിലില്ല. ആ വ്യക്തി ആ സമൂഹത്തോട് നടത്തുന്ന സംഭാഷണങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹു നമുക്ക് വിവരിച്ചു നൽകുന്നത്. അത്രമാത്രം അള്ളാഹു ആ വ്യക്തിയുടെ ആ പ്രവർത്തനത്തെ അംഗീകരിക്കുകയും അതിനെ അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം നടത്തുന്ന സംസാരം പോലും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഖീല ദുഖുലിൽ ജന്ന, അദ്ദേഹത്തോട് പറയപ്പെടാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു, ഇനി താങ്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയാണ്, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, അപ്പോഴും ആ പ്രബോധക മനസ്സ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. യാ ലൈത ഖൗമി യഅലമൂൻ, അപ്പോഴും ആ വ്യക്തി ചിന്തിക്കാണ്, എന്റെ സമൂഹം ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ, ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എനിക്ക് എന്റെ റബ്ബ് മഗ്ഫിറത്ത് നൽകിയതിനെ പറ്റി, എന്റെ റബ്ബ് എന്നെ ആദരിച്ചതിനെ സംബന്ധിച്ച് എന്റെ സമൂഹം അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവരുടെ മനം മാറുമായിരുന്നു എന്ന് ആ വ്യക്തി അപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞു വന്നത്, ഹിജ്റയെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയൊരു പാഠം എന്നുള്ളത് അത് പ്രബോധനമാണ്, അത് ദഅവത്താണ്. ഹിജ്റയുടെ ആത്യന്തികമായ പരമമായ ഏറ്റവും വലിയ ലക്ഷ്യം അത് ദീനിന്റെ നിലനിൽപ്പും അതിന്റെ പരിപാലനവും അതിന്റെ പരിചരണവും അതിന്റെ വളർച്ചയും തന്നെയാണ് ഹിജ്റയുടെ ഏറ്റവും പരമമായ ലക്ഷ്യം. അത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അബിസ്സീനിയയിലേക്കുള്ള ഹിജ്റയെ സംബന്ധിച്ചുള്ള ആ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുമ്പോഴാണ്. മദീനയിലേക്ക് ഹിജ്റ ചെയ്യുന്നതിന് മുന്നേ, മദീനയിലേക്കുള്ള ഹിജ്റക്ക് വർഷങ്ങൾ മുന്നേ അബിസ്സീനിയയിലേക്ക് ചില സഹാബാക്കൾ ഹിജ്റ ചെയ്യുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം ആ അബിസ്സീനിയയിലേക്ക് ചെന്നുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി ദഅവത്ത് തന്നെയാണ്. അവർ പലപ്പോഴും നാവ് കൊണ്ട് ചെയ്ത ദഅവത്തിനേക്കാൾ അബിസ്സീനിയയിലേക്ക് പലായനം ചെയ്ത ആ സഹാബാക്കൾ ചെയ്ത ദഅവത്ത് അവരുടെ ജീവിതം കൊണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം തന്നെയും ഒരു ദഅവത്തായിരുന്നു. അബിസ്സീനിയയിലേക്ക് പലായനം ചെയ്യാൻ പുറപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അബൂബക്കർ റളിയല്ലാഹു അൻഹു അബിസ്സീനിയയിലേക്ക് പലായനം ചെയ്യാൻ ആഗ്രഹിച്ച് ഒരുക്കങ്ങളൊക്കെ നടത്തി പുറപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ പുറപ്പെട്ട സമയത്ത് വഴിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനായിരുന്ന ഒരു കാഫിറായിരുന്ന ഒരു വ്യക്തി, ഇബ്നു ദഗീന എന്ന് പറയുന്ന ഒരു കാഫിറായ വ്യക്തി അദ്ദേഹത്തെ കണ്ടുമുട്ടാണ്. അപ്പൊ അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ താൻ നാട് വിട്ടു പോവാണെന്ന് അറിഞ്ഞപ്പോ ആ കാഫിറായിരുന്ന നിഷേധിയായ ബഹുദൈവ വിശ്വാസിയായ ആ വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഫഇന്ന മിസ്ലക ലാ യഖ്റുജു വലാ യുഖ്റജ്, താങ്കളെ പോലുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെ പുറത്തേക്ക് പോകരുത്, പുറന്തള്ളപ്പെടുകയും വരുത്. കാരണം ഇന്നക തക്സിബുൽ മഅദൂം വതസിലുർ റഹീം വതഹ്മിലുൽ കല്ല വതഖ്രി ദൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്, താങ്കൾ പാവങ്ങളെ സഹായിക്കുന്നവനാണല്ലോ, താങ്കൾ നീതി നിഷേധിക്കപ്പെടുന്ന, അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണ്, താങ്കൾ പാവങ്ങളെ സഹായിക്കുന്നവനാണ്, അവരുടെ ഭാരം ചുമക്കുന്നവനാണ്, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ പല മൂല്യങ്ങളും ആ അവിശ്വാസിയായ വ്യക്തി എടുത്തു പറഞ്ഞുകൊണ്ട് താങ്കൾ ഒരിക്കലും പോകരുതെന്ന് പറയുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അതിലും തടയുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾ എത്രമാത്രം അവരുടെ ജീവിതത്തിലൂടെ പ്രബോധനം ചെയ്തിരുന്നു എന്ന ഒരു പാഠമാണ് അതിൽ നമുക്ക് നാം ഉൾക്കൊള്ളേണ്ടത്.
അബിസീനിയയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ അബിസീനിയയിൽ ഓരോ അവസരങ്ങളും അവർ കൃത്യമായി പ്രബോധനത്തിന് വേണ്ടി അങ്ങേയറ്റത്തെ ഹിക്മത്തോടുകൂടി ഉപയോഗപ്പെടുത്തിയത് നമുക്ക് കാണാം. ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നജ്ജാശി രാജാവിന്റെ മുന്നിൽ വെച്ച് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്, വളരെ പ്രസിദ്ധമായ പ്രസംഗമാണ്. ആ പ്രഭാഷണത്തോടു കൂടിയാണ് പിന്നീട് മുസ്ലിമീങ്ങളെ പറ്റിയുള്ള നജ്ജാശിയുടെ പല കൺസെപ്റ്റുകളും മാറുന്നത്. വലിയ രീതിയിൽ വിശ്വാസികളെ ഉൾക്കൊള്ളാൻ നജ്ജാശി രാജാവ് തയ്യാറാകുന്നത് ഈ ജഅഫർ ഇബ്നു അബീ താലിബിന്റെ പ്രഭാഷണത്തിന് ശേഷമാണ്. ആ പ്രഭാഷണത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ജഅഫർ അബീ താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചത്. ഒന്ന്, ജാഹിലിയ കാലഘട്ടത്തിൽ അവരെന്തായിരുന്നു എന്ന് അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞു, കുന്നാ നഅ്ബുദുൽ അസ്നാമ വനഅകുലുൽ മൈതത വനഅതിൽ ഫവാഹിഷ വനഖതഉൽ അർഹാം വനുസീഉൽ ജിവാർ വയഅകുലുൽ ഖവിയ്യു മിനൽ ദഈഫ്. ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ വിഗ്രഹാരാധകരായിരുന്നു, ശവന്തീനികളായിരുന്നു, മ്ലേച്ഛവൃത്തികൾ ചെയ്യുന്ന ആളുകളായിരുന്നു, കുടുംബബന്ധം മുറിക്കുന്ന ആളുകളായിരുന്നു, ഞങ്ങളുടെ അയൽപ്പക്കക്കാരോട് വളരെ മോശമായി പെരുമാറുന്നവരായിരുന്നു, ഞങ്ങളിലുള്ള ശക്തൻ ബലഹീനനെ കീഴ്പ്പെടുത്തി വെച്ചിരുന്നു. ശേഷം അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്ത് ലഭിച്ചതിന് ശേഷം ആ ഇസ്ലാം ഞങ്ങൾ ഉൾക്കൊണ്ടതിന് ശേഷം അവരിൽ വന്ന മാറ്റങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അമറനാ ബിസ്ദിഖിൽ ഹദീസ്, ഞങ്ങളോട് സത്യസന്ധനാകാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. വഅദാഇൽ അമാന വസിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കാനാണ് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചത്. വഹുസ്നിൽ ജിവാർ, അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറാനാണ് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചത്. വൽ കഫ്ഫി മിനൽ മഹാരിം വദ്ദിമാ, അന്യായമായി കൊല ചെയ്യുന്നതിൽ അദ്ദേഹം ഞങ്ങളെ തടഞ്ഞു. അതുപോലെ തന്നെ എല്ലാ മ്ലേച്ഛവൃത്തികളിൽ നിന്നും ഖൗലി സൂർ, മോശമായ സംസാരത്തിൽ നിന്നും അദ്ദേഹം ഞങ്ങളെ തടഞ്ഞു. യതീമീങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നതിൽ ഞങ്ങളെ തടഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പല മൂല്യങ്ങളെയും പറഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അമറനാ അൻ നഅ്ബുദല്ലാഹ വ അമറനാ ബിസ്സലാത്തി വസ്സകാത്തി വസ്സിയാം, നമ്മളോട് നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞു, നമസ്കരിക്കാൻ പറഞ്ഞു, സക്കാത്ത് നൽകാൻ കൽപ്പിച്ചു എന്നൊക്കെയുള്ള ആ കൽപ്പനകൾ പറയുന്നതിന് മുന്നേ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അത് ഇസ്ലാമിലെ മൂല്യങ്ങളെ സംബന്ധിച്ചുള്ളതായിരുന്നു. അപ്പൊ അർത്ഥത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എത്ര പ്രതികൂലമായ സാഹചര്യത്തിലും പ്രബോധനം ചെയ്യാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ പ്രബോധനം സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹിജ്റക്കും നമ്മൾ അർഹരാവുകയുള്ളൂ. അതുവരെ ഹിജ്റയെ സംബന്ധിച്ചുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പോലും നമ്മൾ അർഹരല്ല. അതിനു മുന്നേയുള്ള ആ കടമകൾ നമ്മൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് മദീനയിലേക്ക് വരികയാണെങ്കിൽ ഈ അർത്ഥത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ മദീനയിൽ വെച്ച് പല ക്രിസ്ത്യാനികളും ജൂതരുമായിട്ടുള്ള ആളുകൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കിടയിൽ സാഹോദര്യം സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിശ്വാസികൾക്കിടയിൽ സാഹോദര്യം സ്ഥാപിച്ചതുപോലെ തന്നെ അവിടെ മദീനയിലുണ്ടായിരുന്ന അവിശ്വാസികൾക്കിടയിലും ജൂതർക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും സഹകരണ മനോഭാവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തുന്നുണ്ട്. ആ അർത്ഥത്തിലുള്ള സാഹോദര്യവും ആ അർത്ഥത്തിലുള്ള ദഅവത്തും നമുക്ക് ഏത് അവിശ്വാസികളുടെ നാട്ടിൽ നമുക്ക് സാധ്യമാകണം. അബിസീനിയയിൽ 13 വർഷക്കാലമാണ് ജഅഫർ റളിയല്ലാഹു അൻഹുവും സംഘവും ജീവിക്കുന്നത്. മദീനയിലേക്കുള്ള പലായനം സംഭവിച്ചതിന് ശേഷവും അവർ മദീനയിലേക്ക് വന്നിരുന്നില്ല, ആ അബിസീനിയയിൽ തന്നെ ജീവിക്കുകയായിരുന്നു. കാരണം അവർക്ക് സംരക്ഷണം നൽകിയ ആ രാജാവിനോടുള്ള, ആ പ്രദേശത്തോടുള്ള ആ കൂറാണ്, ആ സ്നേഹമാണ്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ 7-ാം വർഷത്തിൽ അബിസീനിയൻ രാജാവിന് നജ്ജാശി കത്തെഴുതി അപേക്ഷിച്ചതിന് ശേഷമാണ് അവർക്ക് അവിടെ നിന്ന് അവർ പോരുന്നത്. ആ ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഖൈബർ യുദ്ധം വിജയിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജേതാവായിരിക്കുമ്പോഴാണ് ആ ആളുകൾ അവിടെ കടന്നു വരുന്നത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വരവിനാണോ ഞാൻ സന്തോഷിക്കേണ്ടത്, അതല്ല ഖൈബറിന്റെ വിജയത്തിലാണോ ഞാൻ സന്തോഷിക്കേണ്ടത്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഹിജ്റയുടെ ഏറ്റവും പ്രഥമമായ ഒരു പാഠം എന്നുള്ളത് പ്രബോധനമാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നാം സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് ദീനിനെ പ്രചരിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. രണ്ടാമത്തെ പാഠം അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര പ്രിയങ്കരമായതും ത്യജിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. അല്ലദീന ഉഖ്റജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ ഫദ്ലും അനുഗ്രഹവും കാംക്ഷിച്ചുകൊണ്ട് സഹാബാക്കളായ ആളുകൾ അവർ തങ്ങളുടെ വീടും തങ്ങളുടെ ഭവനവും തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ കുടുംബവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിച്ചു. അവരുടെ ഐഡന്റിറ്റി പോലും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവർക്ക് പൗരത്വം നഷ്ടപ്പെട്ടു, അവർ ആരാരുമല്ലാത്തവരായി ഒരു
ഒരു പുതിയ നാട്ടിലേക്ക് പോവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ഹിജറ 2 രൂപത്തിലുള്ള ഹിജറയാണ്. ഒന്ന്, ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകുന്ന ഹിജറ. മറ്റൊരു ഹിജറ എന്നുള്ളത് അൽ മുഹാജിറു മൻ ഹാജറ മാ നഹല്ലാഹു അൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്റെ നാവ് കൊണ്ടോ കരങ്ങൾ കൊണ്ടോ അവയവങ്ങൾ കൊണ്ടോ ഒരാൾക്കും ഒരു ഉപദ്രവവും സൃഷ്ടിക്കാത്തവനാണ്. മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ ഹാജറ മാ നഹല്ലാഹു അൻ, അല്ലാഹു വിലക്കിയതിൽ നിന്ന് ഹിജ്റ ചെയ്യുന്നവനാണ് യഥാർത്ഥ മുഹാജിർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയതായിട്ട് കാണാം. അതുകൊണ്ട് ചിലപ്പോ നമ്മൾ ഹിജ്റ ചെയ്യേണ്ടത് നമ്മുടെ സമ്പത്തിൽ നിന്നായിരിക്കാം, ചിലപ്പോ നമ്മുടെ ജോലിയിൽ നമ്മൾ ഹിജ്റ ചെയ്യേണ്ടി വരാം, ഹറാമായ സമ്പാദ്യം നമ്മൾ ഒഴിവാക്കേണ്ടി വരാം. അതൊക്കെയും ഹിജ്റയുടെ ഭാഗമാണ്. ചിലപ്പോ വല്ല ദുശ്ശീലവും നമ്മൾ ഒഴിവാക്കേണ്ടി വരാം, നമ്മളുടെ ജീവിതത്തിലുള്ള ചില മോശ പ്രവൃത്തികൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരാം. അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഹാജിറായിട്ട് മാറുക. ആ അർത്ഥത്തിൽ ഹിജ്റയെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് ഹജറ എന്ന് പറഞ്ഞാൽ തന്നെയും ഒഴിവാക്കുക, ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപേക്ഷിക്കാൻ സാധിച്ചിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വല്ലതും ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ നല്ലത് അള്ളാഹു നമുക്ക് പകരം നൽകും. ഹിജ്റയിലേക്ക് നോക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 13 വർഷക്കാലം അധ്വാനിച്ചിട്ടും പ്രവാചകന് സാധിക്കാത്ത വളരെ വലിയ വിജയം ഹിജ്റയ്ക്ക് ശേഷം 8 വർഷങ്ങൾ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമാവാണ്. ഹിജ്റയ്ക്ക് ശേഷം 8 വർഷം കൊണ്ട് ജേതാവായി മക്കയിലേക്ക് വരാണ്. എങ്ങനെയാണത് സാധ്യമായത്? വളരെ പ്രിയങ്കരമായ മക്കയും അവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന സമ്പത്തും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒഴിവാക്കാൻ തയ്യാറായപ്പോഴാണ് അതിനേക്കാൾ നല്ലത് വളരെ മികച്ച രൂപത്തിൽ അള്ളാഹു തിരികെ നൽകുന്നത്. അത് വലിയൊരു പ്രതീക്ഷ കൂടിയാണ്. ഹിജ്റയുടെ വളരെ വലിയൊരു പാഠമാണ് ആ പ്രതീക്ഷ എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയതിനു ശേഷം പോലും റസൂലിന് ലഭിക്കാനിരിക്കുന്ന ആ വിജയത്തെ സംബന്ധിച്ച ഒരു അടയാളവും പ്രവാചകൻ അള്ളാഹു ആദ്യമേ നൽകിയിരുന്നില്ല. 2-ാമത്തെ വർഷമോ 3-ാമത്തെ വർഷമോ 4-ാമത്തെ വർഷമോ എത്രത്തോളം എന്നാൽ ഹിജ്റയുടെ 7-ാം വർഷം പോലും അവർ ഉപരോധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എല്ലാം അവർക്ക് നഷ്ടപ്പെടാണ്. പിന്നീട് വെറും 2 വർഷക്കാലങ്ങൾക്ക് ശേഷം മക്ക അവരുടെ മുന്നിലേക്ക് തുറന്നു. അറേബ്യ മുഴുവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽക്കീഴിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. തീർച്ചയായും അതിനേക്കാൾ നല്ലത് അള്ളാഹു നമുക്ക് തിരികെ നൽകും. ആ രൂപത്തിൽ ഹിജ്റയുടെ ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര പാഠങ്ങൾ നൽകുന്ന ഒരു ചരിത്ര സംഭവമാണ് ഹിജ്റ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഹിജ്റയെ ഉൾക്കൊള്ളാനും അതിന്റെ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.